ഹായ് ഹലോ നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഓടാനൊന്നും പോയില്ല. ഇന്ന് ഇച്ചിരി പരിപാടിയൊക്കെ ആയിട്ട് നമ്മളിവിടെ ഇങ്ങനെ ചുമ്മാ ഇരിക്കുമായിരുന്നു. ഓടാനൊന്നും ഇറങ്ങിയില്ല. രാവിലെ ഇറങ്ങി കുറച്ച് 2-3 ഓർഡർ എടുത്ത് മടുപ്പായതുകൊണ്ട് തിരിച്ചിങ്ങ് കയറി. അപ്പോൾ നമ്മൾ ഇങ്ങനൊരു വീഡിയോ ഇടാൻ കാരണം വെച്ചാൽ ഇപ്പം നമ്മൾ രാവിലെ ഓടാൻ പോകുമ്പോൾ അവിടെ അരമനപ്പടി അവിടെ ആയിട്ടൊരു അച്ഛനും അമ്മയും 2 മക്കളും ഒരു കടത്തന്നല്ല കിടക്കുന്നത്. അപ്പം അത് കണ്ടപ്പം വീടൊന്നുമില്ലെന്ന് തോന്നുന്നു. ഒരു ആഹാരത്തിനും ഇതൊക്കെ കുറച്ച് ദിവസമായിട്ട് ഞാൻ കാണുന്നുണ്ട്. സ്ഥിരം അതിൻ്റെ വാതിക്കൽ കൂടെ അല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. അപ്പോൾ അത് കാണുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പഴയ പരിപാടി പിന്നെയും തുടങ്ങിയാലോ എന്നിങ്ങനെ ഒരാലോചന. അതായത് നമ്മൾ പണ്ട് ആഹാരം കൊടുത്തുകൊണ്ടിരുന്ന വഴിവഴുത്തുള്ളവർക്ക് ആഹാരം കൊടുത്തുകൊണ്ടിരുന്ന പരിപാടി പിന്നെ സ്റ്റാർട്ട് ചെയ്താലോ എന്നിങ്ങനെ ചെറിയ എഴുതുന്നുണ്ട്. അപ്പം എന്നെക്കൊണ്ട് കൂട്ടിയാൽ കൂടുതല. അപ്പം വേറെ 2 പേരും സഹായിക്കുന്നുണ്ട്. അപ്പം ഞങ്ങളിപ്പം 3 പേരായി. അപ്പം സഹായിക്കാൻ മനസ്സുള്ളവർക്ക് അവരോട് കഴിയുന്ന എന്താണെന്ന് വെച്ചാൽ അവർ ചങ്ങനാശ്ശേരി അരമനപ്പടിയുടെ ആ സൈഡിലൊരു കടത്തന്നെയുണ്ട്. അരമനപ്പടിയിൽ നിന്ന് റിസപ്ഷൻ കോളേജിന് അങ്ങോട്ട് തിരിയുന്നതിൻ്റെ അവിടുത്തെ ആ കടത്തുന്ന അവർ കിടക്കുന്ന അവരല്ല. അതേപോലെ അതെന്ന് 2 പൊടിക്കുഞ്ഞുങ്ങളാണ്. 2 പൊടിക്കുഞ്ഞുങ്ങളും സൈസുള്ള ആൾക്കാരുമാണ്. ഒരമ്മയും ഉണ്ട്, 2 കുഞ്ഞുങ്ങളും ഉണ്ട്. അവർ മഴയും വെയിലും എല്ലാം കൊണ്ട് അവിടെ കിടക്കുന്നത്. കടത്തിന്നല്ല കിടക്കുന്നത്. അപ്പോൾ അവരുടെ ആഹാരവും സംഭവം അങ്ങനെയൊക്കെയാണ്. പിന്നെ കുറേ യൂട്യൂബിൽ ആൾക്കാർ വന്ന് അവർക്ക് ആഹാരം മേടിച്ചു കൊടുക്കുന്നുണ്ട്. അവർക്ക് റീച്ചിന് വേണ്ടി ആ വീഡിയോ എടുക്കുന്നുണ്ട്. അതിനു വേണ്ടിയുള്ള അവിടെ കഴിഞ്ഞ പരിപാടി പിന്നില്ല. അപ്പോൾ കൊടുക്കാൻ മനസ്സുള്ളവർക്ക് അവർക്കൊരു ഒരു നേരത്തെ ആഹാരം മേടിച്ച് കൊടുക്കുമോ ഇനിയിപ്പോൾ ഞങ്ങൾ ചെയ്യാമെന്നുള്ള ഇതിലാണ്. അപ്പോൾ നമ്മൾ ഈ സ്ഥിരം പഴയ പോലെ തന്നെ വഴിയോര കച്ചവടക്കാർക്കും അങ്ങനെയുള്ളവർക്ക് ആഹാരം കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അവരെയും കൂടെ ഉൾപ്പെടുത്തി ചെയ്യാമെന്നുള്ള ഒരു ഇതിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മളെ സഹായിക്കാൻ 2-3 പേരുണ്ട്. ആ കൂട്ടത്തിൽ സഹായിക്കാൻ താല്പര്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഗൂഗിൾ പേയും നമ്മുടെ QR കോഡും കൂടി ഇവിടെ കൊടുത്തേക്കാം. വലിയ തുകയൊന്നും വേണമില്ല. ഒരു 50 രൂപ ഉള്ളത് 10-ഓ 20-ഓ 50-ഓ ഉള്ളതുപോലെ സഹായിക്കാൻ മനസ്സുള്ളവർക്ക് ചെയ്യാം. ഇതിപ്പോൾ നമ്മളെ കൂട്ടത്തിൽ ചെയ്യണമെന്നില്ല. നേരിട്ട് കൊടുക്കാനുള്ളവരെങ്കിൽ നേരിട്ടും കൊടുക്കാം. അവർക്കെന്നല്ല, ഇതുപോലെ കഷ്ടത അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. ആഹാരത്തിന് ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. വഴിയോര കച്ചവടക്കാർ, നമ്മളിപ്പോൾ ഞാൻ പറയുന്ന പോലെ ഈ ലോട്ടറി കച്ചവടക്കാർ, ഇപ്പം ദിവസേന ലോട്ടറി വിറ്റ് നടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ വഴിയിൽ ഇങ്ങനെ ചെറിയ ജോലികളൊക്കെ ചെയ്യുന്നവർ, അതുപോലെ ഇങ്ങനെ വഴി കിടന്ന് വീടും ഒന്നുമില്ലാതെ വഴി നിൽക്കുന്ന അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അവർക്കൊക്കെ ആഹാരം മേടിച്ചു കൊടുക്കുക നിങ്ങൾക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ ഞങ്ങളെ ഇതുമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്യും. നമ്മൾ ഒരിടയ്ക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. പിന്നെ ഇച്ചിരി അറിയാമല്ലോ, നമ്മളെ അറിയാവുന്നവർക്കൊക്കെ അറിയാം. ഒരു സമയത്ത് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പം പിന്നീട് സാമ്പത്തികത്തിൻ്റെ പ്രശ്നവും നമ്മുടെ അല്ലാത്ത ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ അത് സ്വാഭാവികമായിട്ടും നിന്ന് പോയതാണ്. അപ്പോൾ വീണ്ടും അത് സ്റ്റാർട്ട് ചെയ്യാനുള്ള കൂടാൻ താല്പര്യമുള്ളവർക്ക് നമ്മൾ ഗൂഗിൾ പേ നമ്പർ കൊടുത്തേക്കാം. പിന്നെ നമ്മുടെ ഒരു ഇത് കൊടുത്തേക്കാം. അവർക്ക് അവിടെ മനസ്സുള്ളവർക്ക് സഹായിക്കുക. ഞങ്ങളുടെ കൂടെ തരുന്നതിൻ്റെ പൈസയുടെ കൃത്യമായിട്ട് നിങ്ങൾ എന്താ ചെയ്യുന്നത്, അതെന്താ ചെയ്യുന്നതെന്നുള്ളൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ ചെയ്യുകയും ചെയ്യും. അതായതിപ്പോൾ ഒരാൾ ഉണ്ട്, കൂടെ വേറെ ആളുണ്ട്. ഞങ്ങൾ 3 പേരുണ്ട്. 3 പേര് ഇപ്പോൾ തൽക്കാലത്തേക്ക് 3 പേര് കൂടിയാലും ഒന്നും ആവുകയില്ലെന്ന് അറിയാമല്ലോ. 3 പേര് കൂടി തന്നെ ആവാനോ ഒന്നും ആവുകയില്ല. അപ്പോൾ ഒരു വീഡിയോ ചെയ്തത് അതുകൊണ്ടാണ്. അത് കണ്ടപ്പോൾ തന്നെ നമുക്കൊരു മനസ്സിലായി. രാവിലെ ആ മഴയത്ത് ഞാൻ പോയപ്പോഴും അവർ ആ സൈഡിൽ പോയിച്ചും കൂടി കിടക്കുക. 2 കുഞ്ഞു മക്കളും അമ്മയും അച്ഛനും ഉണ്ട്. ഇവർ ഇങ്ങനെ നിൽക്കുന്നു. മനസ്സുള്ളവർക്ക് നേരിട്ട് ചെയ്യാം. ഇല്ലാത്തവർക്ക് നേരിട്ട് ഇപ്പം ഈ വീഡിയോ കാണുന്നവർ പല നാട്ടുകാരല്ലേ, അവർക്കിപ്പോൾ നേരിട്ട് ചെയ്യാൻ താല്പര്യമില്ലാത്ത നിങ്ങളുടെ നാട്ടിലുള്ളവർക്കും ചെയ്യാം. അപ്പം എവിടെ എല്ലായിടത്തും ഉണ്ട് അതുപോലെ
ഒന്നും വേണ്ടല്ലോ, ലോട്ടറി എടുക്കുന്നവർക്കറിയാം ലോട്ടറി എടുത്ത് എത്ര രൂപ ചുമ്മാ കളയുന്നു. 50 രൂപ ഒരു ലോട്ടറിയുടെ കാശ് മതി അവർക്കൊരു നേരത്തെ ആഹാരം മേടിച്ചു കൊടുക്കാം. താല്പര്യം ഉണ്ടെങ്കിൽ കൂടാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളിപ്പം ഇന്ന് ഞായറാഴ്ച, നാളെ ചിലപ്പോൾ നാളെ മുതൽ തുടങ്ങാനുള്ള പ്ലാനിലാണ്. ഇന്ന് ശനിയാഴ്ചയാണ്. ഇന്ന് ശനിയാഴ്ച നാളെയോ നാളെ കഴിഞ്ഞുമായിട്ട് ഞങ്ങൾ പിന്നെയും പഴയ പോലെ ഉച്ചയ്ക്ക് ഒരു നേരം ആഹാരം അന്നദാനം ഇത് നമ്മുടെ പഴയ അക്ഷയപാത്രം എന്ന് പറഞ്ഞ പരിപാടി തുടങ്ങാനുള്ള പ്ലാനില്ല. അതിൻ്റെ വർക്കൊക്കെ അതിൻ്റെ ചെറിയ രീതിയിലൊക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ നിൽക്കുമായിരുന്നു. അത് ചുമ്മാ തുടങ്ങാൻ പറ്റില്ല. പഴയ ഇനിയിപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ട് രജിസ്ട്രേഷനൊക്കെ ചെയ്തിട്ട് ചുമ്മാ ചെയ്യണ്ടല്ലോ. ഇപ്പോൾ ഒരു ഇതിൻ്റെ രീതിയിൽ രജിസ്റ്റർ ചെയ്ത് തുടങ്ങാനുള്ള പ്ലാനില്ല. അപ്പോൾ അതിൻ്റെ തിങ്കളാഴ്ച അതിൻ്റെ കാര്യങ്ങൾക്ക് പോകാൻ പറ്റും. തിങ്കളാഴ്ച പോയി അതിൻ്റെ രജിസ്ട്രേഷനൊക്കെ നോക്കി അതെങ്ങനെയാണെന്ന് ഇത് നോക്കിയിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഇത് കണ്ടിന്യൂ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്ലാനിലാണ്. കൂടാൻ താല്പര്യമുള്ളവർക്ക് കൂടാം. പിന്നെ മറ്റുള്ളവർ ചെയ്യുന്ന പോലെ ഞങ്ങൾ പറയുന്ന ആഹാരം കൊടുക്കുന്നതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിടത്തില്ല. നമുക്ക് അതിനോട് താല്പര്യമില്ല. ആഹാരം കൊടുക്കുന്നതിൻ്റെ വീഡിയോ എടുത്ത് അകത്തു നിന്ന് കാശുണ്ടാക്കുക എന്നുള്ള ആ ഒരു താല്പര്യം നമ്മൾ ചെയ്യുന്നത് നമ്മൾ എന്തൊക്കെ മേടിക്കുന്നു അതെല്ലാം കാണിക്കും. അല്ലാതെ ആഹാരം കൊടുക്കുന്നതോ ആ ഒരു പരിപാടി നമ്മൾ ചെയ്യില്ല. ആ പരിപാടി നമുക്ക് നേരത്തെ എന്നെ സഹായിക്കുന്നവർക്കൊക്കെ അറിയാം. വീഡിയോ ചെയ്ത് നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന പരിപാടി നമുക്കില്ല. അപ്പോൾ ഇപ്പോൾ ഒത്തിരി പേരും അവരുടെ അടുത്ത് വന്ന് ആഹാരം മേടിച്ചു കൊടുക്കുന്നു. എന്നിട്ട് നന്മകരം പോലെ അതിൻ്റെ വീഡിയോ എടുക്കുന്നു, സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്യുന്നു, അതിൻ്റെ റീൽസ് റീച്ച് ഉണ്ടാക്കി കാശുണ്ടാക്കുന്നു. എന്താണ് അതിനകത്ത് കാര്യം? അപ്പോൾ അവരെ സഹായിക്കുമല്ലോ, സ്വയം സഹായിക്കുമല്ലോ അവർ ചെയ്യുന്നത്. അവരെ സഹായിക്കുമല്ലായിരുന്നു. അവർക്ക് ആഹാരം മേടിച്ചു കൊടുക്കുന്നു, അതിൻ്റെ വീഡിയോ എടുക്കുന്നു, സോഷ്യൽ മീഡിയയിൽ ഇടുന്നു, അവർ കാശുണ്ടാക്കുന്നു. അപ്പോൾ ആർക്കാ അതിനകത്ത് മെച്ചം? ഒരു സഹായം എന്ന് പറയുമ്പോൾ അതല്ലല്ലോ. ഇതിപ്പോൾ ഇന്ന സ്ഥലത്ത് ഇന്ന ആൾക്കാരുണ്ട്, പരസ്പരം കോൺടാക്ട് ചെയ്ത് അറിയിക്കുക. അതിപ്പോൾ അവർക്ക് ആഹാരം മേടിച്ചു കൊടുക്കുക, അതിപ്പം നാട്ടുകാരെ അറിയിക്കേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ ദിവസം ഞാൻ അവർക്ക് ആഹാരം മേടിച്ചു കൊടുത്തു. പക്ഷേ എനിക്കത് വേണേൽ വീഡിയോ എടുത്തിടാം. പക്ഷെ നമ്മളത് ചെയ്യത്തില്ല. നമ്മളിങ്ങനെ ചെയ്യുന്നുണ്ട്, ഒത്തിരി പേർക്ക് ചെയ്യുന്നുണ്ട്. ഒത്തിരി പേർക്കൊക്കെ ഇല്ലാത്തവർക്കൊക്കെ മേടിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ അതിനകത്തൊന്നും വലിയ ഇതില്ല. എന്നെ അറിയാവുന്നവർക്കൊക്കെ അറിയാം ഞാൻ എന്നുള്ള കാര്യത്തിലൊക്കെ കറക്റ്റായിട്ട് ചെയ്യുന്ന ആളാണെന്ന് എല്ലാവർക്കും അറിയാം. പലതും പറയും. ഇതിപ്പോൾ ഈ വീഡിയോ എഴുതുന്നത് എനിക്ക് കാശുണ്ടാക്കാനാന്ന് വേണേലും പറയും, അങ്ങനെ പറയും. പലതും 10 പേരുണ്ട്, 10 വീതം പറയുന്ന ആൾക്കാരാണ്. പക്ഷെ നമുക്ക് അതിനകത്തൊന്നും കാര്യമില്ല. ഇതിപ്പോൾ ഇങ്ങനെ കണ്ടപ്പം പോലെ മനസ്സിനൊരു 3-4 ദിവസമായിട്ട് അവരെ കാണുന്നുണ്ട്. കുറച്ച് ദിവസമായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ 3-4 പേരുണ്ട്. അവിടെ ഇവിടെയും കിടക്കുന്നത് ഒന്നുമില്ല. പിന്നെ ബാക്കിയുള്ളതൊക്കെ ബാറും പുറത്ത് കിടക്കുന്ന കുടുംബമൊക്കെ ഉണ്ടായിട്ടും പക്ഷേ ബീവറേജിൻ്റെ വാതിൽക്ക് വന്നുണ്ട്. പക്ഷേ ഇതല്ല, ഇത് ഒന്നുമില്ലെന്നേ. അവരുടെ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമുക്കും ഭയങ്കര വിഷയം. നമുക്ക് ഒന്നുമില്ല. അവർ ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ എല്ലാവരും ചെയ്യുക, സഹായിക്കുക, കൊടുക്കുക. ഇല്ലെങ്കിൽ നമ്മുടെ ഗൂഗിൾ പേ നമ്പരും QR കോഡും ഇതിനകത്ത് വെച്ചേക്കാം. അതിനകത്തിട്ടാലും പൈസ ഇടുന്നവർക്ക് കറക്റ്റായിട്ട് എന്താ ചെയ്യുന്നതെന്നുള്ളതിൻ്റെ വീഡിയോ കറക്റ്റായിട്ടില്ല. അല്ലാതെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയോ അങ്ങനെയുള്ള പരിപാടിയും ചെയ്യത്തില്ല. അപ്പോൾ താല്പര്യമുള്ളവർക്ക് മുന്നോട്ട് വരാം, കൂടെ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാം.